ഒറ്റ രാത്രി കൊണ്ട് കേരളത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിയില്ല എന്ന് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്. പ്രഖ്യാപനം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന വിമർശനം. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം കേരളത്തിന് ദോഷം ചെയ്യുമെന്നും വിലയിരുത്തൽ. ഭക്ഷണം, സുരക്ഷിതമായ ആവാസസ്ഥലം, അടിസ്ഥാന വരുമാനം, ആരോഗ്യസ്ഥിതി എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ജനകീയ പങ്കാളിത്തത്തോടെ സർവേ നടത്തി കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ അവകാശവാദത്തിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്താൻ കഴിയില്ലെന്ന് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് വ്യക്തമാക്കുന്നു. കേരളം ഒട്ടും വിഭിന്നമല്ല. കേരളത്തിൽ കോവിഡിന് മുൻപും ദാരിദ്ര്യമുണ്ടായിരുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഒരുപാട് പേർ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. കേരളത്തിന് ഈ പ്രഖ്യാപനം ദോഷമാകുമെന്നും മേരി ജോർജ് പറഞ്ഞു. ആ വരുന്ന ഗവൺമെൻറ് ഏത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ധനപ്രതിസന്ധി, കേരളം അഭിമുഖീകരിക്കുന്ന ധനപ്രതിസന്ധിയുടെ ആഴം കാണുമ്പോൾ നമുക്കറിയാം ഒരു ഗവൺമെൻറ്റിനും കേരളത്തെ ഉടനെ എങ്ങും കരകയറ്റാൻ പറ്റില്ല. ഒരു രാത്രി കൊണ്ട് അതിദരിദ്രരെ ഇമ്പ്രൂവ് ചെയ്യാൻ എങ്ങനെ കഴിയും? എന്താണ് ഈ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാവുക? അതായത് മാന്യമായ ജീവിതം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് ഒരു ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്ന് ഏത് പമ്പര വിഡ്ഢിക്കും മനസ്സിലാകും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞ റേഷൻ കാർഡ് കുടുംബങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അന്ത്യോദയ അന്നയോജന പദ്ധതിയിലൂടെ ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ നഷ്ടമാകാൻ സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം കാരണമാകുമെന്നും സാമ്പത്തിക വിദഗ്ധ ചൂണ്ടിക്കാട്ടുന്നു. മഞ്ഞ കാർഡ് ഉടമകളെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായിട്ട് കണ്ടിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് 3 രൂപ ചെലവിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നതിന് ശേഷമാണ് 3 രൂപ ചെലവിൽ അവർക്ക് എല്ലാ കാലത്തും അരിയും 2 രൂപ ചെലവിൽ ഗോതമ്പും കേന്ദ്രം നൽകുന്നു. അത് ഫ്രീ ആയിട്ട് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ പോലും ദരിദ്രരല്ല എന്ന് ഗവൺമെൻറ്റിന് പറയാൻ കഴിഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ? കേന്ദ്രം പറയുക, അവിടെ ദാരിദ്ര്യമില്ലല്ലോ, പിന്നെ എന്തിനാ ഈ മഞ്ഞ കാർഡിനുള്ള സൗജന്യം എന്നാ ചോദിക്കുക ഗവൺമെൻറ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? PM ശ്രീയിൽ നിന്ന് പിന്മാറിയതുപോലെ പിന്മാറാൻ നോക്കുക. അപ്പോൾ ആ കാര്യത്തിൽ ഈ പാവങ്ങൾ പട്ടിണി കിടന്ന് മരിക്കില്ലേ? നിയമസഭ, തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് സർക്കാരിന്റെ ഈ പ്രഖ്യാപനം. വോട്ടർമാർ ഇത് തിരിച്ചറിയണമെന്നും മേരി ജോർജ് ആവശ്യപ്പെട്ടു. വോട്ടേഴ്സിനെ മയക്കാൻ അടുത്ത മാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇത് വരും. അപ്പോഴേക്കും വോട്ടേഴ്സിനെ മയക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ജനം, തിരുവനന്തപുരം.